നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭാര്യമാരുള്ള ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് ഇതുപോലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ വലിയ ആശ്വാസമായിരിക്കും. സോ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഒരു മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ വൈകുന്നേരവും രാത്രിയും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, നല്ല തണുപ്പായോണ്ട്. അതുകൊണ്ട് തന്നെയാണ് നട്ടുച്ചക്ക് ഇറങ്ങിയത്. ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും തമ്മിലുള്ള എന്തോ മിക്സ് ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് ആ വൈറ്റ് കളർ അതിനുള്ള കിഴങ്ങാണെന്ന് മനസ്സിലായത്. ചീപ്പ് റേറ്റേക്കെന്ന് വിചാരിച്ചാണ് ഈ ഷാളൊക്കെ എടുത്ത് കയ്യിൽ പിടിക്കുന്നത്. പക്ഷെ 250 രൂപ ആയതുകൊണ്ട് ജസ്റ്റ് തലയ്ക്കൂടെ ഇട്ടോക്കി അവിടെ തന്നെ വെച്ചിട്ടോ. മെയിനായിട്ട് ഞാനിവിടെ വന്നതിന്റെ ഉദ്ദേശം ഈ തണുപ്പിലിടുന്ന ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റേറ്റ് കുറവാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 100 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 100, 150, 250 കിട്ടും. ഡ്രസ്സ് മാത്രം പോരല്ലോ, നല്ല മഞ്ഞായതുകൊണ്ട് തലയിലിടാൻ എന്തെങ്കിലും വേണം. അങ്ങനെ ഈ തൊപ്പി വാങ്ങിച്ച് ലാംഗ്വേജ് ഒരു പ്രശ്നമായതുകൊണ്ട് ട്രാൻസ്ലേറ്റർ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ ആളെൻ്റെ ട്രാൻസ്ലേറ്ററും ക്യാമറാമാനായിട്ട് എൻ്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെയുള്ള ഡ്രസ്സെല്ലാം എടുത്ത് ഞാനിങ്ങനെ വെച്ച് നോക്കി. പൈസ കുറവായതും എന്നാൽ നല്ല കട്ടിയുള്ളതായ ഡ്രസ്സായിരുന്നു എൻ്റെ നോട്ടം. ഷോപ്പിലൊന്നും കയറാൻ പറ്റില്ല, അവിടെ നല്ല റേറ്റാണ്. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് നമ്മളിങ്ങനെ നടക്കുവാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തോ സെറ്റപ്പാന്ന്. ശരിക്കും ഇവർ പൈസയ്ക്ക് വേണ്ടി വന്നതാണെന്ന് പിന്നെ മനസ്സിലായി. വാങ്ങുന്നില്ലെങ്കിലും ഈ ഡ്രസ്സൊക്കെ വലിച്ചിടിപ്പിക്കുന്ന എൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ബാക്കി പിന്നെ അത്രയല്ലോ. ടാറ്റാ.